ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഹോട്ടലിൽ ഇരുന്ന് സ്റ്റാൻലിയും അതുപോലെ നമ്മുടെ ബാലചന്ദ്രനും കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ പറയുകയാണ്, 23 വർഷം എടുത്തു ഞാൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി. എന്നെ ചതിച്ച വൈജയെ തിരിച്ചറിയാൻ ഞാൻ 23 വർഷമെടുത്തു. എല്ലാവരും കൂടെ ചേർന്ന് എന്നോട് ചെയ്തത് കൊടും ചതിയല്ലേ, കൊടും ചതി. 23 വർഷക്കാലം ഞാൻ ആരായിരുന്നു? ഒരു പമ്പര വിഡ്ഢിയെ പോലെ ഞാൻ ജീവിച്ചു. ദേ എച്ചില് തിന്നുന്ന പട്ടിയില്ലേ, പട്ടി, വെറും പട്ടിയെ പോലെ ഞാൻ ജീവിച്ചു. ഒന്നും അറിയാതെ തന്നെയാ ഞാൻ ജീവിച്ചത്. എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എച്ചില് തിന്നുന്ന പട്ടി ആവില്ലായിരുന്നു. അന്ന് നീലഗിരിയിൽ നിന്നേ തിരിച്ചെത്തുമ്പോഴേ നിങ്ങളെ, മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളെ എൻ്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ, കിട്ടിയിരുന്നെങ്കിൽ ഞാൻ വെടി വെച്ച് കൊന്നേനെ. നിങ്ങളെ മാത്രമല്ല, വൈജയന്തിയെ, അലീനയെ, പിന്നെ ആരെയാണെന്നറിയാമോ? കൈതക്കൽ കുടുംബത്തിലെ എല്ലാ ആൺതരികളെയും ഞാൻ വെടി വെച്ച് കൊന്നേനെ. പക്ഷേ ഞാൻ വീണുപോയി. അതെവിടെയാണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾക്ക് മുമ്പിൽ ഞാൻ വീണുപോയി. പിന്നെ അതിനു മുമ്പ് ഞാൻ ഒന്ന് വീണു. അതെവിടെയാണെന്നറിയാമോ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഞാനൊരു 2 ആഴ്ച കിടക്കയിൽ തന്നെ ഹോസ്പിറ്റലിലായിരുന്നു. അതുകൊണ്ട് മാത്രം 2 ആഴ്ച ഞാൻ വെട്ടിച്ചുരുക്കി. പിന്നെ ഇപ്പൊ എനിക്ക് ഒരാളോട് മാത്രമേ ഉള്ളൂ പക, വിദ്വേഷം, വെറുപ്പ്, പരിഹാസം, പുച്ഛം എന്നൊക്കെ വേണമെങ്കിൽ ആ പകയെ വിളിക്കാം. അത് ഒരേ ഒരു ആളോടാ. 23 വർഷക്കാലം എന്റെ മുമ്പിൽ പതിവ്രതയുടെ വേഷം കെട്ടി ആടിയ വൈജയോട് മാത്രം. നിങ്ങളെ ഞാൻ എന്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടി. അതുപോലെ ശിവശങ്കരമേനോനെ, രാജീവനെ, ഗംഗാധര മേനോനെ, കുഞ്ഞിരാമ മേനോനെ ഒക്കെ വെട്ടി. ഏക ഒരാളിലേക്കാ ഞാൻ എന്റെ ശത്രുത കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതാരാ? വൈജയിലേക്ക് മാത്രമാണ് ഞാനിപ്പോ എന്റെ ശത്രുത ഏകീകരിച്ചിരിക്കുന്നത്. എനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നു. ആ ജീവിതം നശിപ്പിച്ച എന്റെ ഭാര്യ, പുഴുത്ത പട്ടി, അവളെയാണ് ഞാൻ ഇനി വെട്ടി വെച്ച് കൊല്ലാൻ പോകുന്നത്. തീർന്നിട്ടില്ല മിസ്റ്റർ സ്റ്റാൻലി കഥ. സത്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയെന്നേ വൈജയ്ക്ക് അറിയില്ല. അവൾക്ക് എതിരെ പ്രയോഗിക്കാനും അവക്ക് ഈ ലോകത്തിൽ ജീവിക്കാതിരിക്കാനും അവൾക്കെതിരെ മൂർച്ചയുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ അമ്പ് ഇത് വിടാനും മാത്രമാണ് ഞാൻ അലീന എന്ന രഹസ്യത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പം അവക്ക് അലീനയെ കണ്ടൂടാ. ഒരു പഴയ ചൊല്ലുണ്ടല്ലോ, ചെകുത്താൻ കുരിശ് കാണുന്നത് പോലെ. അത് നിങ്ങളുടെ ചൊല്ല് തന്നെയാണല്ലോ അല്ലേ? ആ ചൊല്ല് പോലെയാണ് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത്. അലീനയെ ചെകുത്താൻ കുരിശു കാണുന്നത് പോലെയാണ് വൈജ കാണുന്നത്. ഇപ്പം അലീനയെ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. അലീന എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ വീട്ടിൽ കാല് കുത്തില്ല. പോയി കളഞ്ഞു. എവിടെയാണെന്നറിയാമോ? കൈതക്കൽ തറവാട്ടിലേക്ക്. എങ്ങനെയുണ്ട് സ്റ്റോറി? അടിപൊളിയല്ലേ? മിസ്റ്റർ സ്റ്റാൻലി, നിങ്ങളെ ഞാൻ തേടി കണ്ടുപിടിച്ചത് വെറുതെ അല്ല. ഒന്നും അറിയാതെ, ഒന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കപട ലോകത്തിൽ നിന്ന് കടന്ന് കളയരുത്. എല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ കടന്നു കളയാനായിട്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ സ്റ്റാൻലി ഒരു ചലനം പോലും ഇല്ലാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുമായിരുന്നു കേട്ടോ. തിരിച്ചൊന്നും പറഞ്ഞു പോലുമില്ല. പക്ഷെ ഒരു വാക്ക് മാത്രം ചോദിക്കുകയാണ്, അല്ലെ ഒരു കാര്യം മാത്രം ചോദിക്കുകയാണ്, എനിക്ക് എന്റെ മകളെ കാണണം ബാലചന്ദ്രന്ന്. ഇത് കേട്ടതും നമ്മുടെ ബാലചന്ദ്രൻ, ഓഫ്കോഴ്സ്, മകളെ കാണണം അല്ലേ? ഓക്കെ, മകളെ കാണാലോ, അതിനെന്താ പ്രശ്നം? ഒരു തടസ്സവും ഇല്ലാന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവർദ്ധനെയാണ്. ഇപ്പൊ ഗോവർദ്ധനൻ കാർ ഓടിച്ചുകൊണ്ട് പോവുക. ഗോവർദ്ധന്റെ തല മൊത്തം ഇപ്പൊ മറ്റേ രഹസ്യം മറഞ്ഞിരിക്കുകയാണ്. എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ബാലചന്ദ്രന് മാത്രം ഒരു രഹസ്യം കൊണ്ട് നടന്നാൽ മതിയായിരുന്നല്ലോ. ഇപ്പം രഹസ്യം കൊണ്ട് നടക്കുന്ന ആള് നമ്മുടെ ഗോവർദ്ധനും കൂടെ ആയതുകൊണ്ട് തന്നെ ഏത് നേരവും ഗോവർദ്ധന് ചിന്തിക്കാനുള്ളത് അലീനയെ കുറിച്ച് മാത്രമാണ്. അലീന തലയ്ക്ക് ഭ്രാന്താവുന്നുണ്ട്. അങ്ങനെ ആ ഹോട്ടലിന്റെ ബാറിന്റെ ഒക്കെ ആ ഫ്രണ്ടില് കാറ് കൊണ്ടുവന്ന് നിർത്തിയിട്ടോ നമ്മുടെ ഗോവർദ്ധനൻ. എന്നിട്ട് നമ്മുടെ ഗോവർദ്ധനൻ
ബാലനെ വിളിച്ചു. ബാലനെ വിളിച്ചിട്ട്, അല്ല ബാലേട്ടൻ എവിടെയാ, ഞാൻ കേറി വരണോ? ഏയ് വേണ്ട വേണ്ട, വരണ്ട. ഞാനേ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അല്ല ബാലേട്ടൻ എന്താ ഇവിടെ? ആ നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ടേക്ക് വരികയല്ലേ, പറയാം എന്ന് പറഞ്ഞു. ഏതായാലും ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഗോവർദ്ധനൻ ബാലന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ എത്തിയിട്ടോ. ഗോവർദ്ധൻ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും ബാലൻ പുറകിന്ന് വന്നിട്ട്, ഏയ് ഗോവർദ്ധന എന്ന് വിളിച്ചപ്പോഴത്തേക്കും, ആ ബാലേട്ടാ, ആ താനെന്താടോ ഭയങ്കര ആലോചന എന്നിങ്ങനെ ചോദിച്ചു ഗോവർദ്ധനൻ. അപ്പം ഗോവർദ്ധനൻ പറഞ്ഞു, ഒന്നുമില്ല ബാലേട്ടാ, ഞാൻ വെറുതെ വീട്ടിലേക്ക് നീ ഒന്ന് പോയി കേറിയല്ലേ? ആ അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഏതായാലും അത് പോയത് നന്നായി. ഞാൻ ബാലേട്ടന്റെ ബാഗ് എടുത്തിട്ടുണ്ട്. അല്ല ഇവിടെ എന്തിനാ ബാലേട്ടൻ വന്നത് ഈ ബാറില്? ആ പറയാം, ഞാൻ ബാറിന് വന്നതൊന്നും അല്ല. ഞാൻ വന്നത് ഒരാളെ കാണാനാ. ആരെ കാണാനാണെന്നറിയാമോ? അപ്പോഴത്തേക്കും നമ്മുടെ ഗോവർദ്ധൻ ചോദിച്ചു, ആരെ കാണാന്? അതെ, വേറെ ആരെയല്ല, സ്റ്റാൻലി ജോസഫിനെ കാണാനാണ് ഞാൻ ഇവിടെ വന്നത്, അലീനയുടെ തന്തയെ കാണാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവർദ്ധൻ പേടിച്ചു കേട്ടോ. ഗോവർദ്ധൻ, അയാൾ എത്തിയോ ഇത്ര പെട്ടെന്നോ? അയാൾ എന്തിനാ വന്നത്? അയാൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾക്കേ അലീനെ ഒന്ന് കാണണമെന്ന്. അയാൾക്ക് അലീനയെ കണ്ടു ബോധ്യപ്പെട്ടാൽ മാത്രമേ ഏറ്റെടുക്കത്തുള്ളൂ, പുള്ളിക്ക് വിശ്വാസം വരത്തുള്ളൂ എന്ന്. അത് തന്നെ വർത്താനമാ ബാലേട്ട. ഇത്രയും കാര്യങ്ങളൊക്കെ ബാലേട്ട പറഞ്ഞിട്ട് ഇപ്പോഴും അയാൾക്ക് സംശയമാണെന്ന് വെച്ചാല് സ്വാഭാവികം അല്ലേടോ. സംശയം ഉണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരാള് ചെന്നിട്ട് അയാളോട് പറയുക അയാൾക്കൊരു മോളുണ്ടെന്ന്. അപ്പൊ അന്വേഷിക്കുകയും കാണുകയും ഒക്കെ ചെയ്യേണ്ടത് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമല്ലേ? അയാളുടെ യുദ്ധിക്കനുസരിച്ച് അയാൾ ചെയ്യുന്നു. അല്ല, എന്നിട്ട് ബാലേട്ടൻ കാണുന്ന കാര്യം എന്ത് പറഞ്ഞു? കാണട്ടടോ, കാണട്ടെ, അയാൾ കണ്ടു നോക്കട്ടെ, സ്വന്തം മോളെ കാണട്ടെ, അയാൾക്ക് കണ്ടു ബോധ്യപ്പെടട്ടെ. അയാൾക്ക് പൂർണ്ണ മനസ്സും ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ എൻ്റെ മോളെ അയാളുടെ കൂടെ വിടത്തുള്ളൂ. അല്ലാതെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കത്തില്ല, ഇട്ട് കൊടുക്കത്തില്ല. അയാളുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു ഖണികയെങ്കിലും ബാക്കി വന്നാൽ അവൾ എൻ്റെ മകളായി, എൻ്റെ മക്കളുടെ ചേച്ചിയായി എൻ്റെ വീട്ടിൽ തുടരും. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ അലീനെ താമസിപ്പിക്കും. എന്നേക്കാൾ ഒരു പടിയെങ്കിലും കൂടുതൽ അയാൾക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സ്റ്റാൻലി ജോസഫിനെ ഞാൻ എൻ്റെ മകളുടെ സ്റ്റാൻലി ജോസഫിനൊപ്പം ഞാൻ എൻ്റെ മകളെ വിടും. ഇല്ലെങ്കിൽ എന്നും ബാലചന്ദ്രന്റെ മകളായിട്ട് തന്നെ ആയിരിക്കും അലീന വളരാൻ പോകുന്നതെന്ന്. ഇത് കേട്ട് നമ്മുടെ ഗോവർദ്ധനൻ ഒന്ന് കുലുങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ഗോവർദ്ധനൻ സത്യം പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നുമില്ല. ഏതായാലും ഈ സമയം നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, താൻ എന്താടോ മിഴുങ്ങാസിയാന്ന് പറഞ്ഞ് നിൽക്കുന്നത്, തനിക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ഓ, എനിക്ക് ബാലേട്ടനെ ഓർത്താ ബാലേട്ട ടെൻഷൻ. ബാലേട്ടൻ എന്തൊക്കെ ഈ കാട്ടി കൂട്ടുന്നത്? എന്നെ ഓർത്ത് എന്തിനാടോ ടെൻഷൻ അടിക്കുന്നത്? എന്നെ ഓർത്ത് എന്ത് ടെൻഷൻ? നോ ടെൻഷൻ. അത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അലീന ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ എന്താകും? അത് അപ്പോഴത്തെ കാര്യമല്ലേ ഗോവർദ്ധന, അത് അപ്പൊ നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം, അതല്ലേ വേണ്ടത്. അല്ല വൈജെടുത്തി, ദേ ആവശ്യമില്ലാത്ത പേരുകൾ എടുത്ത് വലിച്ച് ഇഴക്കരുത് ഗോവർദ്ധന. ഇപ്പൊ നമുക്ക് സ്റ്റാൻലി ജോസഫ് ഉണ്ടല്ലോ, അയാളുടെ റൗണ്ട് ഒന്ന് കഴിയട്ടേടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടക്കാം പല പേരുകളിലേക്ക്, പല ജീവിതങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പം ഓൺലി സ്റ്റാൻലി ജോസഫ്, അത് മതി. പിന്നെ നമുക്കൊരു അഡ്വക്കേറ്റിനെ കാണാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, നമ്മുടെ ഫാമിലി വക്കീലിനെ തന്നെ എടുത്തോ, അഡ്വക്കേറ്റിനെ തന്നെ എടുത്തോ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊന്ന് വിളിച്ചു പറഞ്ഞേക്ക് എന്ന് നമ്മുടെ ഗോവർദ്ധനോട് പറയാണ്. അപ്പൊ ഇനിയിപ്പൊ ഡിവോഴ്സിന്റെ സെറ്റപ്പുകളെല്ലാം ശരിയാക്കാനാട്ടോ പുള്ളിക്കാരന്റെ തീരുമാനം. ആരുടെ തീരുമാനം? നമ്മുടെ ബാലചന്ദ്രന്റെ തീരുമാനം. ഏതായാലും അലീന പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തിന് വൈജനെ തൂത്തെറിയണമല്ലോ. അപ്പൊ അതിനുള്ള പ്ലാനും പദ്ധതിയും ഇപ്പോഴേ തയ്യാറാക്കുകയാണ്. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻലിനെ തന്നെയാണ്. നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ഹോട്ടൽ റൂമിലാണ് ഉള്ളത്. അപ്പം അവിടെ ആണെങ്കിൽ ഈ ക്ലീനിങ് ബോയ് അല്ല, സോറി, അവിടെ ഫുഡൊക്കെ കൊടുക്കാനായിട്ടൊരു പയ്യൻ വന്നു. അങ്ങനെ ആ പയ്യന് ഫുഡും എന്തോ ലിക്കറോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവച്ചിട്ട് ആ പയ്യൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്റ്റാൻലിയോട് ചോദിച്ചു, അല്ല സാറേ, എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആയിക്കോട്ടെ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിട്ടു, ആ പയ്യനെ പറഞ്ഞു വിട്ടു. പിന്നെ എന്താണ്, നമ്മുടെ സ്റ്റാൻലി അടിക്കാനല്ലേ തുടങ്ങുന്നത്. അടി അടി അടി, അത് മാത്രമാണ്. അടി എന്ന് പറഞ്ഞാല് വെള്ളമടി. അങ്ങനെ അവിടെ ഇരുന്ന ഒരു ഗ്ലാസ്സില് ഈ സംഭവം എടുത്ത് ഊറ്റി അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചും ഒഴിക്കാതെയും ഒക്കെ അടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഔതക്കുട്ടി ചായ വിളിക്കുന്നത്. ഔതക്കുട്ടി ചായന്റെ കോള് കണ്ടതും നമ്മുടെ സ്റ്റാൻലി എടുത്തിട്ട്, എന്താ അപ്പച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എടാ നീ എവിടെയാടാ, ഞാൻ ഈ കൊളുത്തുപുഴ വന്നല്ലോടാ, നീ ഇവിടെ ഇല്ലല്ലോ, നീ എവിടെയാന്ന് ചോദിച്ചപ്പം
അത് പിന്നെ ഞാനിവിടെ പാലയിലാ. പാലയിലോ? നീ എന്തിനാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് പോയത്? അത് ഞാനിവിടെ ഒരു ബാലചന്ദ്രനെ കാണാനായിട്ട് വന്നതാ. ഞാൻ അപ്പച്ചനോട് പറഞ്ഞില്ലായിരുന്നോ ഒരു ബാലചന്ദ്രൻ എന്നെ അന്വേഷിച്ചിട്ട് വന്നെന്ന്? ഒരു ബാലചന്ദ്രൻ പണ്ടത്തെ കഥകളുമായിട്ട് എന്നെ അന്വേഷിച്ച് വന്ന കാര്യം ഞാൻ അപ്പച്ചനോട് പറഞ്ഞില്ല. ആ ബാലചന്ദ്രന്റെ അടുത്താന്ന് പറഞ്ഞപ്പോ എന്തു പൊട്ടത്തരവാടാ നീ കാണിക്കുന്ന, ആരൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്നും പറഞ്ഞ് അങ്ങ് ചെന്ന് കയറി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതേ ഞാൻ പറഞ്ഞേക്കാം, വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടായിരിക്കും. അതൊന്നാതൊരു പെൺകുട്ടിയും കൂടിയാ. എടാ അത് നിന്റെ കൊച്ചാണെന്ന് എന്നാടാ ഇത്ര ഉറപ്പുള്ളത്? അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞു കാണും. 23 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അവരങ്ങനെ ഒരു പെണ്ണിനെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തേച്ച് മാച്ച് കളഞ്ഞിട്ടായിരിക്കൂലേ. നീ എന്തിനാ ഈ അനാവശ്യമായ കാര്യത്തിൽ പോയി ഇടപെടാനൊക്കെ ചെല്ലുന്നതെന്ന് പറഞ്ഞപ്പം, അല്ല വൈജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഞാൻ സ്നേഹിച്ചിരുന്നത് സത്യമാണ്. 23 വർഷം മുമ്പ് ആ സ്ത്രീ ഞാനാൽ തന്നെ പ്രഗ്നന്റ് ആയതും ഞങ്ങൾ ഒരു 6-7 മാസക്കാലം ഒരുമിച്ച് ജീവിച്ചതും സത്യമാണ് എങ്കിൽ അങ്ങനെ ഒരു കുഞ്ഞുള്ളതും സത്യമാകാൻ വഴിയുണ്ടല്ലോ. അപ്പൊ എനിക്ക് അറിയണമല്ലോ, എനിക്ക് അറിയണം. അതിനുവേണ്ടി തന്നെയാണെന്ന് പറഞ്ഞപ്പോ നീ എന്തേലും കാണിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം സ്റ്റാൻലി, നീ ഇങ്ങോട്ടേക്ക് ആ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കട്ടെ. അത് പെങ്കൊച്ച, കാലയിൽ ഒരു മുള്ള തറയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ സൂചി കൊണ്ട് കുത്തിക്കളയാൻ പറ്റും. പക്ഷെ JCB കൊണ്ട് എടുക്കാനുള്ളത് JCB കൊണ്ട് എടുത്താലും പോകത്തില്ല. പിന്നെ ലാസ്റ്റ് അത് പണിയാകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങോട്ടേക്കൊന്നും കൂട്ടിക്കൊണ്ട് വന്നേക്കല്ല ആ പെണ്ണിനെ. ചുമ്മാ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിച്ചേക്കരുത്, ചുമ്മാ നാണക്കേട് ഉണ്ടാക്കി വെക്കരുത് എന്ന് പറഞ്ഞപ്പം ഇപ്പൊ എന്ത് കാര്യം ചെയ്യും, ഫോൺ വെക്കെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റാൻലി ഫോൺ കട്ട് ചെയ്തു കേട്ടോ. കാരണം ഔതക്കുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല ഈ കേസിന്റെ പുറകെ പോകാനായിട്ട്. പക്ഷേ അലീനയെ കണ്ടു കഴിഞ്ഞാലേ താല്പര്യം ഇല്ലാത്തവർക്കൊക്കെ താല്പര്യം തോന്നും. അതുപോലെയാണ് നമ്മുടെ അലീന. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീടാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ രോഹിത് എങ്ങോട്ടേക്കോ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പം അലീന വന്നപ്പോഴത്തേക്കും രോഹിത് ഷൂവിന്റെ ലേസ് ഒക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. ലേസ് ഒക്കെ കെട്ടിക്കഴിഞ്ഞപ്പം ഓക്കെ ചേച്ചി ഞാൻ പോയിട്ട് വരാന്ന് പറയുമ്പം എന്നാ പിന്നെ മോൻ പോയിട്ട് വാന്ന് പറഞ്ഞ് നമ്മുടെ രോഹിത്തിനെ യാത്രയാക്കുകയാണ്. അപ്പൊ രോഹിത് എങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നു. ഏതായാലും ഇതേ സമയം കൃഷ്ണയും ബബിതയും കൂടി സ്കൂളിലേക്കും കോളേജിലേക്കും പോവുകയാണ്. അപ്പൊ അവരെ അലീന യാത്രയാക്കി തന്നെ വിടുകയാണ് കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് സ്കൂട്ടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് അലീന അന്ന് പോയിട്ട് വാ മക്കളെ പഠിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിടുകയാണ്. പിന്നെ അവിടെ ബാലചന്ദ്രനാണ് ഉള്ളത്. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ കാണിക്കുന്നത്, നെക്സ്റ്റ് ഡേ ആണേ. അപ്പൊ ബാലചന്ദ്രനാണ് അവിടെ ഉള്ളത്. അപ്പൊ ബാലചന്ദ്രൻ ഇങ്ങനെ എന്താ പറയാ ഒന്ന് ഫ്രഷ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യാണ്. ബാലചന്ദ്രൻ എടുക്കുന്നില്ല കേട്ടോ. കുറെ പ്രാവശ്യം റിങ് ചെയ്യുന്നു. ബാലചന്ദ്രൻ മൈൻഡേ ചെയ്യുന്നില്ല. ബാലചന്ദ്രൻ എന്ത് ചെയ്യുന്നു, അവിടെ ഇരുന്ന് മുടിയൊക്കെ ചെയ്യിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സ്റ്റാൻലി ആയിരിക്കും, അതായിരിക്കും മൈൻഡ് ചെയ്യാത്തത്. കുറച്ചുനേരം വെയിറ്റ് ചെയ്യട്ടെ, കുറച്ചുനേരം ഒന്നുകൂടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കാം നമ്മുടെ ബാലചന്ദ്രൻ ഫോൺ എടുക്കാത്തത്. ഏതായാലും ബാലചന്ദ്രൻ തലമുടിയൊക്കെ ചീകി വാച്ചൊക്കെ കിട്ടി. അപ്പോഴത്തേക്കും വീണ്ടും ഫോൺ റിങ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പം മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ സ്റ്റാൻലി ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായി, താന്റെ ഫോൺ നമ്പർ എനിക്കിപ്പോ കണ്ടാൽ മനസ്സിലാകും, അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല എന്ത് പറ്റി ബാലചന്ദ്ര എന്ന് സ്റ്റാൻലി ചോദിച്ചപ്പോ ഒന്നും പറ്റിയിട്ടില്ല. അല്ല എന്തിനാ താൻ വിളിച്ചത്? അത് പിന്നെ അലീനയെ കാണാൻ ഒരു സമയവും ഒരു സ്ഥലവും ഒക്കെ കാണാന്ന് പറഞ്ഞിരുന്നു. ഞാനത് എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാണാത്തത് കൊണ്ട് വിളിച്ചതാ, ഒന്നും വിളിച്ചില്ലല്ലോ അതുകൊണ്ട് വിളിച്ചതാന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിക്കാനിരിക്കുമായിരുന്നു. എന്തായാലും വിളിച്ചത് നന്നായി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്റെ വീട്ടിലേക്ക് വരൂ, നമുക്ക് ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വെച്ചോ? അത് ശരിയാണോ അവിടെ വെച്ച് കാണുന്നത്? അതിപ്പോ വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതിനിപ്പോ എന്താടോ? അതെ ഞാനൊരു കാര്യം പറട്ടെ, വീട്ടിലേക്ക് വരുന്നതല്ലേ സേഫ്? അല്ല എനിക്കതാണ് സേഫ് എന്ന് തോന്നുന്നു. പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ ഓക്കെ, എന്താണ് വേറെ എവിടെയെങ്കിലും വെച്ച് കാണാന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, ഏതായാലും താങ്കൾ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലേ ബാലചന്ദ്രൻ, ഞാൻ ശ്രമിക്കാം. നമുക്ക് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, താങ്കളുടെ വീടിന്റെ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇവിടുന്ന് അധിക ദൂരം ഒന്നും കാണില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോ ഇല്ല. അല്ല താങ്കൾ എങ്ങനെയാ വരുന്നത്? ഞാൻ വണ്ടി വല്ലതും അറേഞ്ച് ചെയ്യണോ? വേണ്ട, ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വന്നോളാം, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, എനിക്ക് ലൊക്കേഷൻ മാത്രം കിട്ടിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ ലൊക്കേഷൻ അയക്കാന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു കൊടുക്കാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനോട് സ്റ്റാൻലി പറഞ്ഞു, ഞാൻ അവിടെ വരുമ്പോൾ അലീനയോട് ആരാണെന്ന് പറയണം. അല്ല പറയേണ്ട കാര്യങ്ങൾ മാറിപ്പോകരുതല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറയണമെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല സ്റ്റാൻലി, ഞാനൊരു ക്ലയന്റ് ആണെന്ന് പറഞ്ഞോളാം ഇപ്പൊ തൽക്കാലം എന്നിങ്ങനെ പറയാണ് കേട്ടോ. എന്നാ പിന്നെ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുകയാണ്, ലൊക്കേഷൻ അയക്കുന്ന കാര്യം മറക്കരുത് എന്ന് സ്റ്റാൻലി എടുത്ത് പറയാണ് കേട്ടോ. ഏതായാലും അത് കഴിഞ്ഞിട്ട് അവർ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തു. ഈ ഫോൺ കോൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന വന്നു കേട്ടോ. അലീന വന്നപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിച്ചു,
എന്തു പറ്റി? ചായ ഇല്ലേ? ഓ, ചായയൊക്കെ ഉണ്ട്. രാവിലെ ഒരെണ്ണം കുടിച്ചില്ലേ? ഇപ്പൊ ഇതിനും കണക്കുണ്ടോ അലീന്? ഒരു കണക്കേ എല്ലാത്തിനും ഉള്ളത് നല്ലതാ. ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ മാത്രം ഞാൻ ചായ തരത്തുള്ളൂ. അപ്പൊ രാവിലെ കണക്ക് പറയാൻ വന്നാണോ നീ? ഞാൻ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എന്ത് കാര്യം പറയാനുള്ളത്? അതെ, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു അച്ഛാ. എപ്പം പുറത്തു പോകണമായിരുന്നു? അതെ, അച്ഛൻ ഉടനെ പോകുന്നുണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. ഏതായാലും ഞാൻ ഇപ്പൊ പോകുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അല്ല, ഇന്ന് പോണ്ട, നാളെ പോകാം നമുക്ക്. നാളെ പോയാൽ മതി. അതെന്താ അച്ഛാ ഇന്ന് പോയാല്? അല്ല, നിനക്ക് എവിടേക്കാ പോകാനുള്ളത്? കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അച്ഛാ. ഒരു ഓർഫനേജില് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാനുണ്ട്. ഇനി എനിക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ടാ. അപ്പം നമുക്ക് നാളെ ആക്കാം. നാളെ ഞാൻ അങ്ങോട്ട് നിന്റെ കൂടെ വരാം, ഓർഫനേജിലേക്ക്. ഈ സ്ഥലങ്ങളൊക്കെ ഞാനും ഒന്ന് അറിഞ്ഞു വെക്കട്ടെ. നീ ഇനിയിപ്പം ഇവിടെ ഇല്ലാന്നും പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനം കൊടുക്കാതിരിക്കണ്ട. നിനക്ക് പകരം ഞാൻ അവിടെ കൊണ്ട് കൊടുത്തോളാം. നീ പറഞ്ഞാ മതി എപ്പോഴും ഞാൻ വരേണ്ടതെന്ന്. നാളെ നമുക്ക് പോകാം. അപ്പോഴത്തേക്ക് അലീനക്ക് അത്ഭുതമായി പോയിട്ടോ. അപ്പൊ അലീന ചോദിച്ചു, അച്ഛനെന്താ പറ്റിയത്? അച്ഛനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താ, എനിക്ക് ഇങ്ങനെ സംസാരിച്ചൂടെ? അച്ഛന് ആദ്യമായിട്ടാ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഒരു ഓർഫനേജിൽ പോകാന്നും അതുപോലെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാന്നും. അച്ഛ, എനിക്കിതൊക്കെ വിശ്വസിക്കാമോ? സത്യമാണോ? ഓ, വിശ്വസിക്കാം, സത്യം. നീ പോയി കഴിഞ്ഞാലും അവർ ആഹാരം കഴിക്കണ്ടേ? അത് തന്നെയാണെന്നേ, അതുകൊണ്ട് തന്നെയാ. എന്നാ പിന്നെ ശരി അച്ഛാ. അപ്പൊ നാളെ പോയാൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ആ, നാളെ പോയാൽ മതി, കുഴപ്പമില്ല. എന്നാ പിന്നെ ശരി, അങ്ങനെ ആട്ടെ. എന്നാ പിന്നെ അച്ഛൻ വാ, കഴിക്കാം. നീ എടുത്തോ, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീന ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടോ. ഏതായാലും ഇന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ നമ്മുടെ അലീന. സ്റ്റാൻഡിൽ വരുമ്പോ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ പിടിച്ചു നിർത്തുന്നത്. ഈ സമയത്ത് അലീന അങ്ങ് പകുതി ചെന്നപ്പോഴത്തേക്കും അച്ഛാന്ന് പറഞ്ഞ് തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് താങ്ക് യു അച്ഛാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റാൻഡ് ചെയ്തല്ലേ, സോറി, ബാലചന്ദ്രൻ പറഞ്ഞു, ഒന്ന് പോടീന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും ഈ സമയത്ത് ചിരിച്ചോണ്ട് അലീന ഇറങ്ങിപ്പോയി, ഡോറും അടച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടോ. ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റാൻലിയും മകളും തമ്മിലുള്ള കൂടിക്കാഴ്ച നാളെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ടാറ്റ ബൈ ബൈ, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.